ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട വീഡിയോ വരെ തുടർച്ചയാണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അന്ന് രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ രാവിലത്തെ പരിപാടികളാണ് ഇന്ന് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ദിവസം രാത്രി തന്നെ നിന്നുള്ളൂ കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അമ്മേനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എനിക്ക് പോണ്ടി വന്നില്ല. അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റ് എനിക്ക് ശരീരവേദനയൊക്കെ നന്നായിട്ട് ഉള്ളൊരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ അവിടെ വരാന്തയിൽ ഒന്ന് നടക്കുകയാണ്. കുറച്ച് നേരം നടന്നപ്പോഴേക്കും സിസ്റ്റർ വന്നു. അമ്മയുടെ കൈമ വീണ്ടും സോഡിയം കയറ്റിയിട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഒക്കെ അങ്ങനെ ഒരേ ടൈം വെച്ചിട്ട് കയറ്റുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ഈ പ്രാവശ്യം എന്തോ പെട്ടെന്ന് തന്നെ കയറി. അപ്പം ഞാൻ പിന്നെ അത് കയറി കഴിയുന്നേരം അവിടെ നിന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ചായ വാങ്ങിക്കാൻ പോയത് കേട്ടോ. ക്യാൻറ്റീനൊന്നും എനിക്ക് അങ്ങനെ അറിയണമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും മോഹൻലാൽ പറഞ്ഞ മാതിരി ചോദിച്ച് പോവാമല്ലോ. അങ്ങനെ ഞാൻ ചോദിച്ച് പോയി. നൂലപ്പം, മുട്ടക്കറിയും അതേപോലെ ചായയൊക്കെ വാങ്ങിച്ചുകൊണ്ടു. അപ്പത്തെ കട്ടിലുമ്പത്തെ ചേച്ചിക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്കും വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു കേട്ടോ. വേറെ ആരും ഉണ്ടായിരുന്നില്ല അന്ന് ആ റൂമിൽ. പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴേക്കും നിറഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, സോഡിയം കുറയണതിന് മുട്ടയുടെ മഞ്ഞക്കറി നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അങ്ങനെ മുട്ടക്കറി വാങ്ങിച്ചു കേട്ടോ. മുട്ട എപ്പോഴും കഴിക്കുന്നതൊക്കെ തന്നെയാണ്, എന്നാലും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മുട്ടയാണ് കേട്ടോ. എപ്പോഴും കറി വയ്ക്കാൻ നമുക്ക് എളുപ്പം, കറി ഒന്നുമില്ലെങ്കിൽ അപ്പം മുട്ടയുടെ പരിപാടിയാണ് ഞാൻ നോക്കുക. അത് കഴിഞ്ഞത് ആ ബാഗിൽ തലേദിവസത്തെ ഡ്രസ്സും ഒക്കെ വെച്ച് ചേട്ടൻ എനിക്കുള്ള ചോറ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊതി. നാത്തും വരുമ്പോൾ അമ്മയ്ക്കുള്ളത് കൊണ്ടുവിട്ടാ. ചേട്ടൻ പിന്നെ കറിയൊന്നും കൊണ്ടുവന്നിട്ടില്ല, ചോറ് മാത്രം പൊതിഞ്ഞ് എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓഫീസിലൊരു കൂട്ടുകാരി ചേച്ചി എനിക്ക് മീൻകറിയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് തീരെ ഇഷ്ടം കുറവാണ്. എന്നാലും കഴിക്കില്ല എന്നല്ല, നിവൃത്തിയില്ല, ഞാൻ കഴിക്കും. പിന്നെ അത്ര സാധാ ചോറൊന്നും അത്ര അങ്ങോട്ട് നല്ലത് കിട്ടാറുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് നേഴ്സുമാരല്ല, അവരെ ബെഡൊക്കെ വന്ന് റെഡിയാക്കി. പിന്നെ കുറേ നേരം ഉണ്ടായിട്ട് നാത്തും 10 മണിയായിട്ടാണ് വന്നത്. അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെ തണ്ടൽ കുഴപ്പം അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടിയൊക്കെ ഒന്ന് നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ നമുക്ക് പുറം വേദനയ്ക്കൊന്നും കുറയില്ല. പിന്നെ നാത്തും വന്നപ്പോൾ ഞാനിങ്ങനെ പോന്നു കേട്ടോ, തിരിച്ചു പോന്നു. ഓഫീസിലേക്ക് ഇത്തിരി വൈകുന്നു വിളിച്ച് പറഞ്ഞു. സാധാരണ 9:30 കയറണം, ഇപ്പോൾ 10 മണിയായി. പിന്നെ ഒരു ഓട്ടോ വിളിച്ച് പോകാനുള്ള ദൂരമാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരു ഓട്ടോ വിളിച്ച് ഞാനങ്ങനെ ഓഫീസിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ വൈകുന്നേരം, ഇന്ന് ഈ ഒരു ദിവസം വൈകുന്നേരം ചേച്ചിയോട് പറഞ്ഞു. അങ്ങനെ ചേച്ചി വൈകുന്നേരം വന്ന് നിൽക്കുകയാണ് ഉണ്ടായത്. 2 ദിവസം പകൽ 2 ദിവസം ചേച്ചി നാത്തൂനും പിന്നെ ചേച്ചിയും അങ്ങനെയൊക്കെ മാറി മാറി നിന്നത് കേട്ടോ. എനിക്ക് പിന്നെ തീരെ വയ്യായിരുന്നു. എന്നാലും പിന്നെ ഞാൻ ഒരു ദിവസം ഒന്ന് പോയി നിന്നു. പിന്നെ എന്തോ ഭാഗ്യത്തിന് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അങ്ങനെ ഡിസ്ചാർജായി. പിന്നെ അത് കഴിഞ്ഞതാ എൻ്റെ വായിലെ പല്ലെടുത്തിട്ട് സ്റ്റിച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആ സ്റ്റിച്ച് എടുക്കാൻ വൈകി തുടങ്ങി. അപ്പോൾ അന്ന് വൈകുന്നേരം തന്നെ പോയി ആ സ്റ്റിച്ച് എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ചധികം വൈകിട്ടോ. ഈ ഒരു നല്ല ഇരുട്ടായി, നല്ല മഴയാണല്ലോ ഇപ്പോൾ എപ്പോഴും. അങ്ങനെ നല്ല മഴയായി, മഴ പെയ്തില്ല ഭാഗ്യത്തിന് ആ നേരത്ത്. അങ്ങനെ നല്ല ഇരുട്ടായി. പിന്നെ ഞാൻ കുറച്ച് ആ ഭാഗത്തുനിന്ന് ബസ് ഇട്ട് ഇത്തിരി ഒരു നേരം പിടിച്ചു. അങ്ങനെ അവിടെ ബസ് സ്റ്റോപ്പിൽ പോയി ഇരുന്നു കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അന്ന് വൈകുന്നേരം മീൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. മീനൊക്കെ ക്ലീനാക്കിയൊക്കെ കൊടുക്കലൊക്കെ കഴിഞ്ഞ് രണ്ടാമത് അതിൻ്റെ വേസ്റ്റൊക്കെ കൊടുക്കാനായിട്ട് നമ്മുടെ കണ്ടൂരിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പെട്ടെന്ന് ഇവരാരോ എന്നോട് വർത്താനം പറഞ്ഞ്, തിരിഞ്ഞ് വർത്താനം പറയില്ലേ, നമ്മുടെ കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ മീൻ അങ്ങോട്ട് വാങ്ങിച്ചു. അവനെന്നെ കടിച്ചതൊന്നല്ല, വാങ്ങിച്ചപ്പോൾ പല്ല് ചെറുതായിട്ടൊന്ന് കൊണ്ടു. പക്ഷേ നന്നായിട്ട് ബ്ലഡ് പോയി കയ്യിൻ്റെ ഉള്ളനടിയിൽ. അങ്ങനെ പൂച്ചേരൊക്കെ പല്ല് കൊണ്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കണം എന്നാണ് പറയണത്. സാധാ ഇഞ്ചക്ഷനല്ല, ശരിക്കും നമ്മുടെ ഇഞ്ചക്ഷൻ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഇവിടെ ജില്ലയിൽ പോയി. അപ്പോൾ TT ഒക്കെ എടുത്തിട്ട് കുറേ കാലമായിട്ടുണ്ടായിരുന്നു. അതെടുത്തു, ആദ്യത്തെ ഡോസ് എടുത്തു. പിന്നെ ഒരു ഇഞ്ചക്ഷൻ മെഡിക്കൽ കോളേജിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. ജില്ലാ ഹോസ്പിറ്റലിൽ ഇല്ലയെന്ന് പറഞ്ഞു, വളങ്ങത്താവിലല്ലേ. അപ്പോൾ ചേട്ടനോട് ജോലിക്ക് പൊക്കോളാൻ പറഞ്ഞ് ശ്രീകുട്ടൻ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ശ്രീകുട്ടനോട് വരാൻ പറഞ്ഞ്, ചേട്ടൻ്റെ ജോലി കളയണ്ടല്ലോ. എനിക്കിപ്പോൾ ഏതായാലും നിവൃത്തിയില്ല. അങ്ങനെ ഞാനും ശ്രീകുട്ടനും കൂടി മെഡിക്കൽ കോളേജിൽ പോയി. അങ്ങനെ അവിടുത്തെ ചികിത്സയൊക്കെ ഫ്രീ തന്നെ, പക്ഷേ നമ്മൾ പോകണം, അത്രയും ദൂരം ഉണ്ടല്ലോ, നല്ല ദൂരമുണ്ട് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ശ്രീകുട്ടൻ അങ്ങനെ പോയി. ഉച്ചയ്ക്ക് തന്നെ ജോലിക്ക് കയറാമെന്ന് വിചാരിച്ചിട്ട് പോയി കേട്ടോ. അപ്പോൾ കൈക്ക് കാര്യമായിട്ടുള്ള വേദനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇഞ്ചക്ഷൻ മുറിവിൻ്റെ ചുറ്റും ഇഞ്ചക്ഷൻ ചെയ്തു കേട്ടോ. അത് ചെയ്യണമെന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ വിരലും ബ്ലഡ് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഇഞ്ചക്ഷൻ എടുക്കണം. നല്ല വേദന എടുത്തു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് വേദന എടുത്തു കേട്ടോ, സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെ ശ്രീകുട്ടൻ കൈമയൊക്കെ പിടിച്ചിട്ടൊക്കെ തന്നെയാണ്
അങ്ങനെ തിരിച്ചു പോരുമ്പോൾ ദാ അവിടേക്കിരുന്ന് കുറേ അകലെന്നൊക്കെ അവിടെ കാണാൻ വരും കേട്ടോ. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ജനസാഗരം എന്ന് പറഞ്ഞ പോലെ ഉണ്ടാവും, അത്ര അധികം ജനങ്ങളുണ്ടാവും, കുറേ അകലെന്നൊക്കെ വരും കേട്ടോ. അങ്ങനെ അവരൊക്കെ ഇതാ വന്നവരൊക്കെ ഫുഡൊക്കെ കഴിക്കുന്നതാണ് കണ്ടത്. ആ മരത്തിൻ്റെ ചുറ്റൊക്കെ ഇരുന്ന് പിന്നെ ഞാൻ ശ്രീകുട്ടൻ്റെ തിരിച്ചു പോന്നു. ഞാൻ വരുന്ന വഴിക്ക് ഓഫീസിൽ ഇറങ്ങിങ്ങാണ്ട് ഓഫീസിലേക്ക് കയറി. അപ്പോൾ വലിയ ജോലിയൊന്നും ചെയ്യാൻ പറ്റിയില്ല, എന്നാലും പുതിയൊരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്യിപ്പിക്കാമല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് എൻ്റെ ജോലികളൊക്കെ ചെയ്തു, ആ കുട്ടിയെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചു. അന്ന് വരൽ തീരെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. റെസ്റ്റ് 2 ദിവസം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ കഴിയുമ്പോൾ നിറയെ നീരായി. ഈ തള്ളവിരലിൻ്റെ തുമ്പത്ത്, വലത് കൈയിലെ തുമ്പത്താണ് പല്ലുകൊണ്ട്. പക്ഷെ ആളുണ്ടായിരുന്നു എന്നറിയില്ല ബ്ലഡ് ഇങ്ങനെ വന്നത്. അപ്പോൾ 2 ദിവസം റെസ്റ്റ് കൊടുക്കാൻ പറഞ്ഞ കാരണം കൊണ്ട് തന്നെ ക്ലീനിങ് തലമുടി കെട്ടാൻ പറ്റണില്ല കേട്ടോ. അതുകൊണ്ടാണ് തലമുടിയൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ ചേട്ടൻ ചോറ് വയ്ക്കാൻ ചേട്ടനറിയാം, കറി അങ്ങനെ ഉപ്പേരിയൊക്കെ വെച്ച് ഒരു ദിവസം 1 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അതാ നമ്മുടെ ദീപാവലി സ്വീറ്റ്സ് എന്തെങ്കിലും കാണിക്കാണ്ടിരിക്കും, ഒരു സമാധാനമില്ല. കുറച്ച് നീര് ഇപ്പോഴും കൈമയുണ്ട്, എന്നാലും പിന്നെ ഞാനങ്ങനെ എല്ലാവരുടെയും സഹായത്തോടു കൂടി, ഇതിന് സഹായമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ കുറച്ച് ക്യാരറ്റ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഐറ്റം വെച്ചിട്ട് ഒരു ദീപാവലി സ്വീറ്റ്സ് കാണിക്കാമെന്ന് വെച്ചു. ഒക്കെ ഈ ദുരന്തം തന്നെയല്ലേ പറയണേ. അപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. അപ്പം ഞായറാഴ്ചയല്ലേ, അപ്പോൾ ഇനി ഞാൻ തിങ്കളാഴ്ച വീഡിയോ ഇടുള്ളൂ. എന്തായാലും 2 ദിവസം കൂടി റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ ഒരു ക്യാരറ്റാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. അപ്പോൾ ക്യാരറ്റ് ഡിലൈറ്റ് എന്നാണ് നമുക്ക് ഈ റെസിപ്പിയുടെ പേര് കേട്ടോ. ഒരു ദീപാവലി സ്വീറ്റ്സ് തന്നെയാണ്. 3-4 സ്വീറ്റ്സൊക്കെ ഞാൻ മുന്നത്തെ ദീപാവലിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് അടിച്ചു പൊളിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു, ദീപാവലിയൊക്കെ ആയിട്ട് ഒന്നും സാധിച്ചില്ല. ഈ മാസം 1-ാം തീയതി തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ അറിയാണ്ട് പോയി. എന്താ പറയുക, ഒരു അന്ധവിശ്വാസമാണ് ആ മാസം മുഴുവൻ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നത്. അതെന്തായാലും ഈ മാസം അത് ഭയങ്കരമായിട്ട് സത്യമായിട്ട് എനിക്ക് അന്ധവിശ്വാസമായാലും വിശ്വാസമായാലും അത് കറക്റ്റായി, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ആ കുക്കറിൽ അതിട്ട് വേവിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് പിന്നെ ഒന്ന് ചൂടാറി നന്നായിട്ട് അരച്ചെടുത്തു. വേണമെങ്കിൽ നമുക്ക് അരിച്ചെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ അരിക്കാനൊന്നും നിന്നില്ല, എൻ്റെ മിക്സിയിൽ നന്നായിട്ട് അരയണ മിക്സി തന്നെയാണ്. അപ്പോൾ അത് നല്ലൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര നന്നായിട്ട് വേണം കേട്ടോ. ആദ്യം ഞാനൊരു 1 കപ്പൊക്കെ പഞ്ചസാര ഇട്ട് കൊടുത്തു. രണ്ടാമത് ചേർക്കേണ്ടി വന്നു 6 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർക്കേണ്ടി വന്നു കേട്ടോ, എനിക്ക് നല്ലൊരു കൃത്യം ഒരു ടെക്സ്ചർ കിട്ടാനായിട്ട് ഇതിലേക്ക്. എന്നിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. വല്ലാണ്ടൊന്നും ലൂസാക്കണ്ട, എന്നാലും ഇത്തിരി ലൂസാക്കണം കേട്ടോ. എന്താ വെച്ചാൽ കോൺഫ്ലവറൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ഞാൻ തീ കത്തിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ തീ കത്തിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനിടയ്ക്ക് ഇതാ ഒരു ബൗളെടുത്ത് അതിലിത്തിരി നെയ്യ് പറ്റി. നല്ല മഴയാണ് കേട്ടോ ഈ ഒരു ദിവസമൊക്കെ. ഞാൻ വ്യാഴാഴ്ച രാവിലെയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അന്ന് നല്ല മഴയാണ്. അപ്പോൾ നെയ്യ് അത് കാരണം കട്ടയുണ്ട്. അപ്പോൾ അത് നെയ്യും തടവി കൊടുത്തു കേട്ടോ. പിന്നെ ചില്ലിൻ്റെ പാത്രത്തിൽ ചൂടുള്ളത് ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ഒരു തുണിയോ എന്തെങ്കിലും വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പഞ്ചസാര പോരാണ്ട് ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇട്ടു. പഞ്ചസാരയുടെ അളവ് ഞാൻ പറയണില്ല, ഏകദേശം ഒരു 200 ഗ്രാം ക്യാരറ്റ് ഉണ്ടാവും. ഏകദേശ കണക്കാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ മധുരം നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ മാത്രം മധുരം ചേർക്കുക. ഒരിത്തിരി ഏലക്കായയുടെ പൗഡറും കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് കുറച്ച് വറ്റി വരുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുക. നെയ്യ് കൂടുതൽ ചേർത്തുകൊണ്ടൊന്നും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഒന്ന് വറ്റി വരുന്ന വരെ മിക്സ് ചെയ്യാം. കശുവണ്ടി നമ്മുടെ അനു ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാജു റെസിപ്പിയാണ് കാണിച്ചത്, അതിൻ്റെ റെസിപ്പി ഇടുമെന്ന്. പെട്ടെന്ന് കശുവണ്ടി കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ ഈ വെച്ചപ്പോൾ. കശുവണ്ടി ഉണ്ടെങ്കിലല്ല അത് എളുപ്പമാണ്. കശുവണ്ടിയും പഞ്ചസാരയും പിന്നെ ആ സിൽവർ പേപ്പറും മാത്രം മതി നമുക്കത് ഉണ്ടാക്കാനായിട്ട്. എപ്പോഴെങ്കിലുമൊക്കെ പറ്റിയെങ്കിൽ ഞാൻ എടുക്കുന്നുണ്ട്. കശുവണ്ടിക്ക് അത്ര വലിയൊരു വില എന്ന് പറയാനില്ല, നമുക്ക് താങ്ങാവുന്ന വില തന്നെയുള്ള, എന്തായാലും പിസ്തേരെ പോലെ റേറ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതൊക്കെ എപ്പോഴെങ്കിലും ചെയ്യേണ്ടത് കേട്ടോ. ഇന്നിപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, കയ്യിലെ ആ വിരലുമത്തെ വേദന ഇപ്പോഴും, ആ വിരലിൻ്റെ എന്താ പറയുക മുറിവിൻ്റെ താഴെയൊക്കെ ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മരവിപ്പോൾ വേദനയൊന്നും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വല്ലാണ്ട് ഞാൻ ചെയ്തില്ല കേട്ടോ. അപ്പോൾ അത് ഒരുവിധം വറ്റി കുറുതായി ഈ ഒരു അവസ്ഥയായപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ച് ഫ്രിഡ്ജിൽ 3 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. അപ്പം ഞാൻ രാവിലെ ജോലിക്ക് പോയപ്പോൾ വെച്ച് വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ ആദ്യം കത്ത് വെച്ചിട്ട് ഒന്ന് അരി വിടിയിച്ചെടുത്തു. എന്നിട്ട് നമ്മുടെ ഈ പാത്രത്തിലേക്ക് അങ്ങോട്ട് കമഴ്ത്തിപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടുപോരും കേട്ടോ. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല അത് വിട്ടു പോരാനായിട്ട്. പുഡിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ശരിക്കും ഇത് ക്യാരറ്റ് ഡിലൈറ്റ് എന്ന് പറഞ്ഞൊരു റെസിപ്പിയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അത് കത്തി വെച്ചിട്ട് മുറിച്ചു, സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്.
മുറിക്കാണ്ട് നമുക്ക് ടീസ്പൂൺ കൊണ്ട് കോരി കഴിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ പിന്നെ ഈ സ്വീറ്റിൻ്റേതായ രീതിയിൽ കാണിക്കണമല്ലോ, അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ രീതിയിൽ തന്നെ കാണിക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെയാണ്, അടിപൊളിയാണ്, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാമല്ലോ. അതേപോലെ ഡെസിഗ്നേറ്റ് കോക്കനട്ട് ഉണ്ടല്ലോ, അതിലാണ് നമ്മളിത് മുക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ നാളികേരം ചെരുകി ഒന്ന് പിഴിഞ്ഞു കേട്ടോ, നാളികേരപ്പാൽ ചെറുതായിട്ട്, എന്നിട്ട് മിക്സിയിലൊന്ന് അടിച്ചു, എന്നിട്ട് അതാണ് ഇത് മുക്കിയത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും എൻ്റെ ദീപാവലി ആശംസകൾ. ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്കാണ്.